ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് പ്രിപ്പറേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എന്ത് റിലേഷൻസിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി തരുന്ന ഫ്രണ്ട്സും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് എനർജി തരുന്ന ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് എനർജി തരുന്നവരെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തുക, നെഗറ്റീവ് എനർജി തരുന്നവരെ നമ്മൾ ഒഴിവാക്കുകയും വേണം. ശരിയല്ലേ? നമുക്ക് എന്ത് ടെൻഷനും സ്ട്രെസ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മീനുകളെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടെൻഷനിൽ നിന്നുള്ള ഒരു റിലീഫ് കൂടിയാണ്. ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കുറേ സമയം ഞാനിതുപോലെ മീനുകളെയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഈ പച്ചപ്പ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അക്വേറിയം ഫിഷസൊക്കെ നമുക്ക് ശരിക്കും കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് രാവിലെ തന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് പരിപാടികളൊക്കെ തുടങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബസ്മതി റൈസ് എടുത്ത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തി വയ്ക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മീൽ പ്ലാനിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. സമയം ഉണ്ടെങ്കിൽ നമുക്ക് തലേദിവസം ഇതുപോലുള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അധികം സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ടപ്പേ എന്ന് പറഞ്ഞ് കുക്കിംഗ് പരിപാടികളൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. ക്യാബേജിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗമൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ രാവിലെ 5 മണിയിലത്തെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പോകുന്നതോടുകൂടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് പ്രിപ്പറേഷൻ അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കഴിയും. പിന്നെ നമുക്ക് ഡിന്നർ അതുപോലുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ബീൻസും ക്യാരറ്റും ഒക്കെ ഒന്ന് മുറിച്ച് വെച്ചു. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എല്ലാം കൂടെ പെട്ടെന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിക്കാമല്ലോ. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ മുട്ട നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇപ്പോൾ എന്താ പറയുക ഉപയോഗിക്കാം. അത്യാവശ്യം മുട്ട ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഞാനൊരു 3 മുട്ടയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ കറുകപ്പട്ട പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതോളം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം മുട്ട ബീറ്റ് ചെയ്തിട്ട് പിന്നെ പാല് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് മിക്സ് ആയിട്ട് വരും. അതുപോലെ ചെടികളാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. ശരിക്കും അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. താല്പര്യമില്ലാത്തവരുടെ കേസിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാൻ ഇവിടെ നല്ല തിളച്ച വെള്ളം, ആ ഒരു ബസ്മതി റൈസ് നമ്മൾ കുതിർത്തിയെടുത്തില്ലേ, ഒരു 10-15 മിനിറ്റാണ് കേട്ടോ ഞാൻ ബസ്മതി റൈസ് അത് ആകെ കുതിർത്തിയെടുത്തത്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സിൽ ബ്രെഡ് മുക്കിയെടുത്തതിന് ശേഷം ആ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും റെഡിയാണ്. എന്താ പറയുക, നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊസീജിയേഴ്സ് തലേദിവസം തന്നെ തുടങ്ങണമല്ലേ. ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം അരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് വെച്ച് പിന്നെ അത് ഫെർമെൻ്റായിട്ട് വന്ന് എന്താ പറയുക, തലേദിവസം തൊട്ട് പ്രൊസീജിയർ തുടങ്ങിയാലാണ് നമുക്ക് പിറ്റേ ദിവസം പിന്നെ ഇത് അരച്ച് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരുള്ളൂ. ശരിയല്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ് അല്ലേ. ബ്രെഡുകളുടെയും സോസുകളുടെയൊക്കെ ഒരു കളിയാണ് പലതിലും. അപ്പോൾ അതേ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ വേറൊരു കടായി എടുത്തിട്ടുണ്ട്. അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലഞ്ച് ഉണ്ടാക്കിയെടുക്കണ്ടേ. അതുപോലെ റൈസ് വേവുന്നുണ്ട് ഒരു ഭാഗത്തിരുന്ന്. അപ്പോൾ ബസ്മതി റൈസ് എനിക്ക് ആകുമ്പോൾ പിന്നെ അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് വരില്ല. പിന്നെ ഞാൻ ആ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 മുട്ടയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ അതേ അതിനിടയിൽ അരി വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട്. അരി വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലഞ്ചൊക്കെ ആകെ കൊളായി പോകുമല്ലോ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് മറിച്ചിടുന്നുണ്ട്.
മുട്ടയിലേക്ക് കുരുമുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൊത്തി പൊരിച്ച് നമുക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബസ്മതി റൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വേവിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ആക്കി വെക്കാം. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി, കേടൊന്നും വരില്ല. അതുപോലെ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മിക്സിങ്ങിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ലഞ്ച് ബോക്സ് ഐറ്റംസൊക്കെ തയ്യാറാക്കാവുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നു, ഞാനതൊക്കെ ഊറ്റി മാറ്റി വെച്ചു കൂട്ടാം. അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വലിയ കഷ്ണങ്ങളായിട്ട് സ്ക്രാമ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് പിന്നെ ഒന്ന് കൊത്തിപ്പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി അതും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് ആ സെയിം കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ അടുത്ത എന്താ പറയുക ഫ്രഞ്ച് ടോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി മുറിച്ച് തന്നെ ഇട്ട് കൊടുക്കണത്. അതൊന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി വന്നാൽ മതി, മൂത്തൊന്നും വരണ്ട. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ബീൻസ് മുറിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത്. പച്ചക്കറികളൊക്കെ അതിൻ്റെ ഒരു വേവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വെന്ത് വരിക, അല്ലെങ്കിൽ ഓവറായിട്ട് വെന്ത് പോവും, അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് എന്താ പറയുക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളുടെ കളറ് മാറും. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തത് ഉപ്പല്ല, അത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര എന്തിനാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ചേർക്കണേന്ന് വെച്ചാൽ ആ പച്ചക്കറികളുടെ കളറ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പലരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയുന്ന ഒരു പ്രശ്നമാണ് പച്ചക്കറികൾക്ക് കളറ് കിട്ടുന്നില്ല എന്ന്, ആ ഒരു റിയൽ കളറ് കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ മുറിച്ച് വെച്ച ആ ഒരു ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ് അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഓവറായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ആ ഒരു പാനിൽ എഗ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചൂച്ചൂന് ഈ ഒരു സംഭവം വെജിറ്റബിൾസ് ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അവന് വേണ്ടിയിട്ടായിരുന്നു എഗ് റൈസ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു റൈസും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ചൈനീസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യണത്. ഈ ഒരു പച്ചക്കറികളും അതുപോലെ റൈസൊക്കെ കൂടി നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് നല്ല പോലെ എന്താ പറയുക കുക്ക് ചെയ്യണതും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. കുറച്ച് അധികം സമയം നന്നായിട്ട് ചൂടാക്കി ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴാണ് ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടുക. പിന്നെ നമ്മൾ മുട്ട കൊത്തി പൊരിച്ചതൊക്കെ വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിലേക്ക് നമുക്ക് എന്താ പറയുക സ്പ്രിംഗ് ഓണിയൻ ലീവ്സ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ ഒരു പിടി സ്പ്രിംഗ് ഓണിയൻ ലീവ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനും കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളും അവസാനിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തേക്കാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതാകുമ്പോൾ അത്ര അധികം സ്പൈസി ആയിട്ട് ആ ഒരു രീതിയിലൊന്നല്ല ഞാൻ ഉണ്ടാക്കുക, ചെറുതായിട്ടൊക്കെ ഒന്ന് സ്പൈസി ആക്കി അങ്ങനെ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ച് ഉള്ള ഒരു കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും റെഡി. അപ്പോൾ പച്ചക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നന്ദുവിന് ഫീൽഡ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ HL മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലഞ്ച് കൊണ്ടുപോകണം. ഇപ്പോൾ സ്നാക്സായിട്ട് ഡ്രൈ സ്നാക്സാണ് കൊണ്ടുപോകണം. ചൂച്ചൂന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പാക്ക് ചെയ്യണത്. സാധാരണ എന്നും ഫ്രൂട്ട്സാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് ടോസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കട്ട് ചെയ്ത് സ്നാക്ക് ബോക്സിൽ വെക്കണത്. അതിലേക്ക് ഞാൻ കുറച്ച് പാൻ കേക്ക് സിറപ്പ് കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടിയൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ എഗ് റൈസിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പ് കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ എന്താ പറയുക ചെറിയ ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. വലിയ ടിഫിൻ ബോക്സൊക്കെ ആകുമ്പോൾ എന്താ പറയുക ഫീൽഡ് ട്രിപ്പൊക്കെ ആകുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ റൈസ് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി വെച്ചു. അപ്പോൾ രാവിലെ
രാവിലെ കുക്കിംഗ് പരിപാടികളൊക്കെ ഞാനാണ് ചെയ്യുക. ബാക്കി കുട്ടികളെ റെഡിയാക്കൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുപണ്ണാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതേ നന്ദുവിനെ റെഡിയാക്കൽ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ തന്നെ ചെയ്തോളും കാര്യങ്ങളും. ഇടയ്ക്കൊന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണാം.